എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ ധ്യാന സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തെ നമ്മൾ തിരുവനന്തപുരത്തുകാർ പലപ്പോഴും കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആനേറ, തിരുവനന്തപുരത്തെ ആനേറയിലാണ്. ആനേറയിലെ ഈശാലയത്തിൽ സ്വാമി ഈശോയോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ ദിവസം. എന്തുകൊണ്ടും വ്യത്യസ്തൻ എന്ന് പറയാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി തന്നെയാണ് അതിന് മാറ്റുകൂട്ടുന്നത്. ശരിക്കും നമുക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കൂടുതൽ കേട്ടറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാമിജി നമസ്തേ. സ്വാമിജി, നമ്മുടെ ഭാരതീയ ദർശനം ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഋഷിമാരിൽ നിന്നാണ്. ഋഷി ദർശനമാണ് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. ഭാരതത്തിലുടനീളം അനേകം ഋഷിമാർ വന്ന് അവരുടെ സംഭാവനകൾ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്നും അവരുടെ ദർശനങ്ങൾ പിന്തുടർന്നാണ് ഭാരതം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഋഷി ദർശനമാണ് അങ്ങയുടെ ഈ ഈശാലയം ഫോളോ ചെയ്യുന്നത്. ആ ഒരു ഋഷി ദർശനത്തെ പറ്റി, അപ്പം അതായത് അങ്ങ് എന്തിനേയും എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സംയോജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ആ ഒരു കാഴ്ചപ്പാട്, അങ്ങയുടെ ആ ഒരു ദർശനത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയണം എന്നാഗ്രഹമുണ്ട്. ഒന്ന് അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഓരോ മനുഷ്യനും അവൻ്റെ അനുഭവങ്ങളെ, അവൻ്റെ ജീവിതത്തെ സമഗ്രമായൊന്ന് അപഗ്രഥിച്ചാൽ രണ്ട് അനുഭവങ്ങളെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഒന്ന് ബാഹ്യമായ ഈ ലോകത്തിൻ്റെ അനുഭവം. ഈ ലോകത്തെ അനുഭവിക്കാൻ തന്നിലുള്ള തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മുതൽ, ഈ ശരീരം മുതൽ, തൻ്റെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും അജ്ഞാതയും എല്ലാം ചേർന്ന, പ്രാണനും ബോധവും ചേർന്ന ഒരു ആന്തരികമായ ഒരു അസ്തിത്വം. അതിനെ സബ്ജക്റ്റ് എന്ന് പറയും. രണ്ട് സിമ്പിൾ ടേമിൽ നമുക്കിത് തന്നെ ഈ പ്രപഞ്ചത്തെയും ഒതുക്കാം. ഒന്ന് ഓബ്ജക്റ്റ്, തന്നിൽ നിന്ന് പുറത്ത് കാണപ്പെടുന്ന ഈ ലോകം. ഈ ലോകത്തെ അനുഭവിക്കുന്ന തൻ്റെ ശരീരം ഉൾപ്പെടെ, തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉൾപ്പെടെ ഉള്ള തന്നെക്കുറിച്ചുള്ള അറിവ്, ആ അനുഭവം, അത് സബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ, തൻ്റെ അനുഭവത്തെ, തൻ്റെ അസ്തിത്വത്തെ അടിസ്ഥാനപരമായി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് തന്നിൽ നിന്ന് പുറത്തുള്ള ലോകം, അതനുഭവിക്കുന്ന തൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള സെൽഫ്, ഞാൻ. ഇത് സബ്ജക്റ്റ്. പുറത്തുള്ളത് ഓബ്ജക്റ്റ്. കാലാകാലങ്ങളിൽ ഓബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് അല്ല, പുറത്തുള്ള ബാഹ്യമായ ലോകത്തെ മാത്സിൻ്റെ, കണക്കിൻ്റെ തലത്തിൽ കണക്കുകൂട്ടി ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്ത് എന്തൊക്കെയാണോ ശരിയെന്ന് പറഞ്ഞത്, ആ ശരികൾ ശാസ്ത്രമായി മാറി. അതിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതികമായ ലോകത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയാണ്. അതേസമയം തന്നെക്കുറിച്ചും തൻ്റെ ആന്തരികമായ ലോകത്തെക്കുറിച്ചും താൻ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ആ അന്വേഷണത്തെ പൂർവത്തിൽ ഇന്നും അതിന് ആധ്യാത്മികത എന്ന് പറയുന്നു. അപ്പോൾ ഈ ആധ്യാത്മികതയും ഭൗതികതയും ഇങ്ങനെയാണ് സംജാതമാകുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായി ഇന്ദ്രിയത്തിൽ അനുഭവിക്കുന്ന
ബാഹ്യലോകത്തെ ബാഹ്യ ഉപകരണത്തിലൂടെ അളന്ന് തിട്ടപ്പെടുത്തി ഇന്നതാണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് ശാസ്ത്രമായി. അകത്തെ അനുഭവം പലപ്പോഴും ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ ഉള്ള എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇന്നും. അതുകൊണ്ട് ശാസ്ത്രമായി കണ്ടെത്താൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് ആധ്യാത്മികതയ്ക്ക് ഒരു ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്ന ചിന്ത സ്വാഭാവികമായിട്ട് എല്ലായിടത്തും എല്ലാവരിലും നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഭൗതികതയും ആധ്യാത്മികതയും, ഈ ഒബ്ജക്റ്റീവ് വേൾഡും സബ്ജക്റ്റീവ് വേൾഡും നമുക്കൊന്ന് കുറച്ചുകൂടെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പം എത്ര മണിയായി? 4:45. ചായ കുടിക്കേണ്ട സമയമായില്ലയോ? അതെ. അപ്പോൾ ദാഹിക്കുന്നു, എനിക്ക് കുറച്ച് ദാഹം മാറ്റാൻ വേണ്ടി അല്പം ചായ വേണം, അല്ലെങ്കിൽ ജലം വേണം. ഇപ്പം ചായയാണ് തരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജലം കൊണ്ട് തന്നു. ജലം വാങ്ങിച്ച് ആ ജലം കൊണ്ട് തരുമ്പോൾ ആ ജലം പുറത്തിരിക്കുന്ന ജലമാണ്. പുറത്ത് ഒരു ഗ്ലാസ്സിലോ കപ്പിലോ ഇരിക്കുന്ന ജലമാണ്. ഇതിന് ഭൗതിക ജലം എന്ന് പറയും. ഭൗതികമാണ്, പുറത്തിരിക്കുന്ന ജലമാണ്. കുഴപ്പമില്ലല്ലോ, ശരിയാണല്ലോ? ആണ്, ഭൗതികമായ ജലമാണ്. ഈ ഭൗതികമായ ജലം താൻ കുടിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ പ്രാണന്റെ അംശമായി മാറുന്നു. തൻ്റെ അംശമായി മാറുന്ന ഈ ജലത്തെ ആധ്യാത്മിക ജലം എന്ന് പറയും. അപ്പോൾ പുറത്തുള്ള ജലവും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ഓക്സിജൻ തന്നെയാണ്. തൻ്റെ കുടിച്ചു കഴിഞ്ഞ് തൻ്റെ ശരീരത്തിലുള്ള ആധ്യാത്മികമായി നിൽക്കുന്ന ജീവാത്മാവിനോട്, തൻ്റെ ഉള്ളിൽ പ്രാണനോട് ചേർന്നിരിക്കുന്ന പ്രാണന്റെ അംശമായി അനുഭവവേദ്യമാകുന്ന ആ ജലവും H2O തന്നെ. ജലമായിരിക്കുന്നിടത്തോളം കാലം H2O. അപ്പൊ പുറത്തിരിക്കുന്ന ജലവും അകത്തിരിക്കുന്ന ജലവും അടിസ്ഥാനപരമായിട്ട് രണ്ടല്ല. ജലം പുറത്തിരുന്നാൽ ഭൗതികത, അകത്തിരുന്നാൽ ആധ്യാത്മികത. അപ്പോൾ ഈ ഭൗതികതയും ആധ്യാത്മികതയും രണ്ടാണെന്ന് ധരിക്കുകയും രണ്ടിനും വ്യത്യസ്തമായ അസ്തിത്വം ഉണ്ടെന്ന് ധരിക്കുകയും അത് സ്ഥാപിക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമാണ് അന്തർസംഘർഷവും ബുദ്ധിമുട്ടും ഫ്രിക്ഷനും താപവും ഒക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് ഇത് രണ്ടല്ല. ജലം പുറത്തിരുന്നാൽ ഭൗതിക ജലം, അകത്തിരുന്നാൽ പുറത്ത് അന്നജം പുറത്തിരുന്നാൽ ഭൗതിക അന്നജം, അത് തൻ്റെ ശരീരത്തിന്റെ ഭാഗമായ ആധ്യാത്മിക അന്നജം. വൈറ്റമിൻ പുറത്തിരുന്നാൽ ഭൗതിക വൈറ്റമിൻ, അകത്തിരുന്നാൽ ആധ്യാത്മിക വൈറ്റമിൻ. ഇത് രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഇത് രണ്ടാണെന്ന് പഠിച്ചതാണ് നമ്മുടെ ഇന്നത്തെ ദുഃഖം. ഇത് മാറ്റാൻ കഴിഞ്ഞാൽ, ഇത് മാറണമെങ്കിൽ ഒരു വ്യക്തി വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തി ആ കുഞ്ഞ് മരിക്കുന്നത് വരെ ആ കുഞ്ഞിന്റെ അറിവിൽ ഈ അടിസ്ഥാനപരമായ ഈ അറിവ് അനുസ്യൂതമുണ്ടാകണം. അപ്പോൾ ആദ്യമേ ഈ അറിവ് ഒരു കുഞ്ഞിന് കിട്ടണം. LKG പഠിക്കുമ്പോൾ മുതൽ ഇതും കൂടെ ആ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കണം. പുറത്തിരുന്നാൽ ഭൗതികത, അകത്തിരുന്നാൽ ആധ്യാത്മികത. ഈ ഭൗതികതയും ആധ്യാത്മികതയും രണ്ടല്ല, ഒന്നാണ് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഇതിൽ അല്പം പോലും അന്ധതയില്ല. കാരണം ചോറ് പുറത്തിരുന്നാൽ, അന്നജം പുറത്തിരുന്നാൽ അത് ഭൗതിക അന്നജമാണ്. താൻ കഴിച്ച ശരീരത്തിന്റെ ഭാഗമായ അത് ശരീരത്തിന്റെ, പ്രാണന്റെ, ജീവാത്മാവിന്റെ ഭാഗമാണ്. അത് ആധ്യാത്മികതയാണ്.
കാരണം ജീവാത്മാവിനോട് ചേരുന്നത് കൊണ്ടാണ് ആത്മാവെന്ന് പറയുന്നത്, ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇത് ടെർമിനോളജി നമുക്ക് മനസ്സിൽ പലപ്പോഴും ഈ വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാറില്ല. കാരണം നിങ്ങൾ പുറത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ക്യാമറ എടുക്കുമ്പോൾ ആ ക്യാമറ എന്ന് പറയുന്നു, അതിന് ഒരാളിന്റെ രൂപമെടുക്കാൻ ഉതകുന്ന ഒരു മിഷൻ എന്നും പറയാം. അപ്പോൾ 2 പദങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തിരുന്നാൽ അത് ഭൗതികത, അകത്തിരുന്നാൽ ആധ്യാത്മികത. ഇത് രണ്ടും രണ്ടല്ല. കാരണം ഞാൻ വളർന്നതാണ് ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചം ചുരുങ്ങിയതാണ് ഞാൻ. ഇത് രണ്ടും രണ്ടല്ല. അപ്പോൾ when I expand, I become the universe. The universe going to recede, become I. അപ്പോൾ ഇത് രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഈ അറിവാണ് ഒരു വ്യക്തിക്ക് അനിവാര്യമാണ്. ഈ ആധ്യാത്മികതയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതം പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ അവന് വേണ്ടത് ഇതാണ്. രണ്ടല്ല എന്ന അറിവ്, ഒന്നാണെന്ന് ഉറയ്ക്കൽ, ഒന്നായി കണ്ടുകൊണ്ട് ജീവിക്കൽ. അങ്ങനെ ജീവിക്കാൻ പറ്റുമ്പോൾ മാത്രമേ തന്നെപ്പോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും തനിക്ക് സ്നേഹിക്കാൻ പറ്റൂ. അപ്പോൾ മാത്രമേ താൻ ആഗ്രഹിക്കുന്ന തൻ്റെ സുഖം തനിക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റും. കാരണം ഉള്ളുകൊണ്ട് താൻ വെറുത്തിട്ട് തന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. അപ്പോൾ സ്നേഹം കിട്ടണമെങ്കിൽ ആ സ്നേഹം വാരിക്കോരി കൊടുക്കണം. കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സ്നേഹിക്കാനുള്ള ഈ ഏക കാഴ്ചപ്പാട്, ഈ ചിന്ത, ഈ വികാരം നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഏതു കാലത്തിലെയും മനുഷ്യന്റെ ദുഃഖം മാറിക്കിട്ടും. അപ്പൊ യുദ്ധമില്ലാത്ത ഒരു വീടോ ഒരു ലോകമോ ഈ ലോകത്ത് സംജാതമാകണമെങ്കിൽ ഈ കാഴ്ചപ്പാട് ഉണ്ടായേ പറ്റൂ. ഇത് പ്രത്യേകിച്ചും കണ്ടിത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിത്യജീവിതത്തിന്റെ ഏതു ഘടകമെടുത്താലും ശരി, ഇത് രണ്ടും രണ്ടല്ല. നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ പുറത്തുള്ള മണ്ണാകട്ടെ, ജലമാകട്ടെ, അഗ്നിയാകട്ടെ, വായുവാകട്ടെ, ആകാശത്തെ നിങ്ങൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. എന്തൊക്കെ സ്വീകരിക്കുന്നോ അതൊക്കെ നാളെ പുറത്തേക്ക് വിട്ടേ പറ്റുള്ളൂ. ഇതൊന്നും അകത്ത് പൂർണ്ണമായിട്ട് അകത്തായിട്ടും ഇരിക്കണില്ല, പുറത്തായിട്ടും ഇരിക്കില്ല. എപ്പോഴും അകത്തും പുറത്തും വന്നുകൊണ്ടേ പൊയ്ക്കൊണ്ടേ ഇരിക്കണു. ഇതിന് രണ്ടും രണ്ടല്ല, ഒന്നാണെന്നറിയാൻ നമുക്ക് ആദ്യം കഴിയണം. അപ്പോൾ അറിവിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ അറിവെന്ന് പറയുന്നത് ഈ അറിവ് ഓരോ വ്യക്തിക്കും എത്തണം. അപ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ ജനിക്കൂ. ഒരു മനുഷ്യൻ ആയി മാറണമെങ്കിൽ ഈ കാഴ്ചപ്പാടുണ്ടാകണം. കാരണം തന്നെ പോലെ ഈ ലോകത്തെ സ്നേഹിക്കാൻ തനിക്ക് പറ്റണമെങ്കിൽ തന്നിൽ നിന്ന് അന്യമല്ല ഈ ലോകം, താൻ വളർന്നതാണ് ഈ പ്രപഞ്ചം എന്ന് അനുഭവിക്കാൻ പറ്റണം. ആ പ്രപഞ്ചം ചുരുങ്ങിയതാണ് ഈ ഞാൻ. എനിക്കെന്തു സംഭവിച്ചാലും അത് ഈ ലോകത്തിന് സംഭവിക്കും. ഈ ലോകത്തിന് എന്ത് സംഭവിച്ചാലും അത് തന്നിലെത്തും. തനിക്ക് അനുഭവിച്ചേ പറ്റൂ. ഇതിൽ നിന്ന് മാറി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ യാഥാർത്ഥ്യം ഓരോ വ്യക്തിയും ഓരോ നിമിഷവും അവരുടെ ജീവിതത്തിൽ അറിയാനും പ്രാവർത്തികമാക്കാനും കഴിച്ചു. സ്വാമിജി, നമ്മുടെ ശ്രീ നടരാജ ഗുരു, അദ്ദേഹത്തിൻ്റെ ദർശനവും ഏകദേശം അങ്ങ് പറയും പോലെ ആ ഒരു സയൻസും ആധ്യാത്മികതയും കൂട്ടിച്ചേർത്ത് അതിനെ ഒന്നാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പഠനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു വർക്ക് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് റെഡിയാക്കിയ ഒരു ഗ്രന്ഥമാണ്. അപ്പം അങ്ങും ഇപ്പോൾ ആ ഒരു
ദർശനം തന്നെയാണ് പിന്തുടരുന്നതും. അതേ കാഴ്ചപ്പാടാണ്. ആ ഭൗതികതയും ആധ്യാത്മികതയും രണ്ടല്ല, ഒന്നാണ്. അതിൻ്റെ സയൻസിനെ കൂടുതൽ കൂടുതൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വരട്ടെ എന്നുള്ള ഒരു മനോഭാവമാണല്ലോ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ അത് എങ്ങനെയായിരിക്കും സാധിക്കുക? എങ്ങനെയാണ് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്? ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശാസ്ത്രാധിഷ്ഠിതമാണ്. ഇപ്പം ശാസ്ത്രാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ ശാസ്ത്രത്തെ മാറ്റിയിട്ട് ഒരു കാര്യം ഇത് ശരിയാണെന്ന് പറഞ്ഞു ബോധിപ്പിക്കാനോ മനസ്സിലാക്കാനോ ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ആരുടെ അറിവിലും ഒരു ശരിയും തെറ്റും അവൻ ഉൾക്കൊള്ളാൻ അവന് നിദാനമായി നിൽക്കുന്ന ഘടകം ശാസ്ത്രീയമായ അവന് കിട്ടിയ അറിവാണ്. അപ്പോൾ ഈ ശാസ്ത്ര അറിവിൽ നിന്ന് മാറി അവന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അറിവിൽ നിന്നുകൊണ്ട് ഏതറിവരെ ശാസ്ത്രത്തെ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അകലം മാറി ഒന്നായി കാണാൻ പറ്റുമോ ആ അറിവിലേക്ക് ശാസ്ത്രത്തെ കൊണ്ടെത്തിക്കലാണ്. ആ ശാസ്ത്രത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ യാത്രയാണ് ഐ പാർട്ടിക്കിൾ എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്പന്ദനം. അത് 2010 അത് ലോകത്തിന് സമർപ്പിച്ച് തുടങ്ങിയതാണ് ഗ്ലോബൽ എനർജി പാർലമെന്റ്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും താനും ഈ പ്രപഞ്ചവും കേവലം സ്പന്ദനത്തിൻ്റെ ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. ശക്തിയല്ലാത്തതൊന്നും പുറത്തുമില്ല അകത്തുമില്ല. ആ സ്പന്ദനത്തിൻ്റെ അടിസ്ഥാന സ്പന്ദനം അത് ആദ്യം അത് കണമായിരുന്നു, ആറ്റമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സബറ്റോമിക് പാർട്ടിക്കിളായി. അത് കഴിഞ്ഞിട്ട് അത് കോർക്കായി. ഇപ്പോൾ അത് ക്വാണ്ടത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ക്വാണ്ടത്തിനും നിദാനമായി നിൽക്കുന്ന സ്പന്ദനത്തെ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ ക്വാണ്ടത്തിന് നിദാനമായി നിൽക്കുന്ന മിക്സഡ് ക്വാണ്ടയ്ക്കും പ്യൂർ ക്വാണ്ടയ്ക്കും നിദാനമായി നിൽക്കുന്ന അടിസ്ഥാന സ്പന്ദനമായ ഐ പാർട്ടിക്കിൾ അത് ഒരു സിംഗിൾ സ്പന്ദനമാണ്. ആ സ്പന്ദനത്തിൽ 3 ഫ്രീക്വൻസി ഉണ്ട്. മിഡിൽ ഫ്രീക്വൻസി എന്ന റെഡ് ഫ്രീക്വൻസിയാണ്. അത് ഹൈ ഫ്രീക്വൻസിയിലെത്തുമ്പോൾ അത് ബ്ലാക്ക് ആകും. അത് ലോ ഫ്രീക്വൻസി എത്തുമ്പോൾ വൈറ്റ് ആകും. ഈ 3 ഫ്രീക്വൻസിയോടും കൂടിയ ഒരു സിംഗിൾ സ്പന്ദനത്തെയാണ് ഐ സ്പന്ദനം എന്ന് പറയുന്നത്, ഐ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. എപ്പോഴാണോ സ്പന്ദിക്കുന്നത് അതിൻ്റെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും. ഫ്രീക്വൻസി കുറയുമ്പോൾ കൂടും. അപ്പോൾ ഒന്ന് ബ്ലാക്ക് ആയിട്ട് മാറും, ഒന്ന് വൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ റെഡ് മാറ്റർ ആണ് ബേസിക് ആയിട്ടുള്ള സ്പന്ദന ഘടകം. അതിനെ ഗ്രാവിറ്റേഷൻ എന്ന് പറയും. ആ ഗ്രാവിറ്റേഷൻ തന്നെയാണ് ഹൈ ഫ്രീക്വൻസി എത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡായിട്ട് മാറുന്നത്. അത് തന്നെയാണ് ലോ ഫ്രീക്വൻസി എത്തുമ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡായിട്ട് മാറുന്നത്. അപ്പോൾ ഈ 3 ഫീൽഡും സെപ്പറേറ്റ് അല്ല. ഇത് ഒരു സ്പന്ദനത്തിൻ്റെ തന്നെ 3 അസ്തിത്വമാണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി, അപ്പോൾ എവിടെയാണോ സ്പന്ദനം തുടങ്ങുന്നത് അവിടെ ടൈം തുടങ്ങുന്നു. അവിടെ ആ എത്ര സ്പന്ദിക്കുന്നുവോ അത്രയും സ്പേസ് ആയി മാറുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു സ്പന്ദനത്തിൻ്റെ അകത്ത് ഫ്രീക്വൻസി ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്, ക്വാളിറ്റി ആയിരിക്കുന്ന റെഡ്, ബ്ലാക്ക്, വൈറ്റ് ക്വാളിറ്റി ഉണ്ട്, ടൈം ഉണ്ട്, സ്പേസ് ഉണ്ട്. ഒപ്പം തന്നെ ആ ഫ്രിക്ഷൻ സംജാതമാകുന്ന താപമുണ്ട്, താപജന്യമായ ലൈറ്റും ഉണ്ട്. ഇത്രയും ഘടകങ്ങൾ ഫണ്ടമെന്റൽ യൂണിറ്റിൽ ഓൾറെഡി ഉണ്ട്. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ് അത് ഒരു ഐ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ 3 സ്പന്ദനത്തോടു കൂടിയ ഒരു യൂണിറ്റാണ്. അത് ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡ്, നമ്മുടെ ഫീൽഡ് ഓഫ് എനർജി അനുസരിച്ച് അത് പോസിറ്റീവ് ആണ്. ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെ. അപ്പോൾ ലോ ഫ്രീക്വൻസി. അപ്പോൾ ഈ പറയുന്ന ഒരു സ്പന്ദനത്തിൽ തന്നെ പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും ഉണ്ട്. അപ്പോൾ 2 ഐ പാർട്ടിക്കിൾ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യും.
ഒരു പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്താൽ അട്രാക്റ്റീവ്. അപ്പോൾ ഈ ആകെ 2 ഫീൽഡേ ഉള്ളൂ, ഒന്ന് അട്രാക്റ്റീവ് ഫീൽഡും ഒന്ന് റിപ്പൽ ഫീൽഡും. ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുക്ക ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഐ പാർട്ടിക്കിൾ കൊണ്ടാണ് കോണ്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 5 എലിമെന്റ്സിൻ്റെ ഉള്ള പ്യുവർ കോണ്ടയും മിക്സ് കോണ്ടയും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കോർക്കും കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സബറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മോളിക്യൂൾ കൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുക്ക ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ സമസ്ത ഘടകങ്ങളും തുടങ്ങുന്നത് ഐ പാർട്ടിക്കിളാണ്, അവസാനിക്കുന്നതും ഐ പാർട്ടിക്കിൾ. ഐ പാർട്ടിക്കിൾ അല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ സാധാരണ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ എന്ത് പഠിച്ചാലും ഇത് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാന്ന് പറയും. അപ്പോൾ ഐ പാർട്ടിക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയില്ല എന്ന് പറയുന്നൊരു അവസ്ഥയില്ല. എവിടെ നിന്ന് തുടങ്ങി അറിയാം, എവിടെ അവസാനിക്കും അറിയാം. അപ്പോൾ അറിവായിരിക്കണം, അറിവില്ലായ്മയായി മാറും. അറിവില്ലായ്മയായി മാറുമ്പോഴാണ് ആയിരട്ടാണ് ദുഃഖം എന്ന് പറയുന്നത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കൂടുന്നത്. അപ്പോൾ ആ ദുഃഖം മാറണം എങ്കിൽ അടിസ്ഥാന വൈബ്രേഷൻ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ, ആധുനിക ശാസ്ത്രത്തിൻ്റെ അസ്തിത്വത്തിൽ ഐൻസ്റ്റീൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് തിയറി ഫോർ എവരിത്തിങ്. ദ ഐ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതാണ്, തിയറി ഫോർ എവരിത്തിങ്. ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ശാസ്ത്ര തത്വങ്ങളും ആപ്ലിക്കേഷൻസും എവിടെ നിൽക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാനും ഒരു ശാസ്ത്രത്തെയും നിഷേധിക്കാതെ അത് എവിടെ വരെ കൊണ്ടെത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടന്ന് ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഒരു വ്യക്തിക്ക് ശാസ്ത്രബോധത്തിൽ കൂടെ തന്നെ പറ്റും. അപ്പൊ ഈ ശാസ്ത്രബോധത്തിൽ കൂടെ പറ്റുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ബാഹ്യമായ ലോകവും അവന്റെ ആധ്യാത്മിക ലോകവും ഇതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. എനർജി അല്ലാത്ത ഒന്ന് ബാഹ്യലോകത്തിലുമില്ല, ആന്തരിക ലോകത്തിലും. അപ്പൊ ഈ പ്രപഞ്ചം മുഴുക്ക ഇത് മാത്രമാണ്, ഈ പറഞ്ഞ ഐ പാർട്ടിക്കിൾ മാത്രം, ഈ സ്പന്ദനം മാത്രമാണ്. അപ്പൊ ഈ സ്പന്ദനത്തെയാണ് നമ്മൾ എനർജി എന്നോ ശക്തി എന്നോ എന്ത് പേരോ നമുക്ക് വിളിക്കാം. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പം സ്വാമി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ജീവനുള്ളത് കൊണ്ടാണ്. ആ ജീവനുള്ള നമ്മൾ സ്വാമി പറയുന്നത് കേൾക്കുന്നത് ആര് കേൾക്കുന്നു? ഞാൻ കേൾക്കുന്നു. ആര് കേൾക്കുന്നു? ഞാൻ കേൾക്കുന്നു. ഐ ആം. അപ്പൊ ഈ ഐ ആണ് കേൾക്കുന്നത്. അപ്പൊ സബ്ജക്റ്റീവിൽ ഈ ഐ തന്നെയാണ് ഒബ്ജക്റ്റീവിൽ ലോകമായി നിൽക്കുന്ന എണ്ണിയാലൊടങ്ങാത്ത ഒന്നിന്റെ കണക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അകത്തിരുന്നാൽ അത് ഐ ആകും, പുറത്തിരുന്നാൽ അത് ഒന്നാകും. ഐയും ഒന്നും രണ്ടല്ല. പുറത്തിരുന്നാൽ അത് ഒന്ന്, അകത്തിരുന്നാൽ ഐ. ഈ ഒരു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഒന്നായിരിക്കുമ്പോഴും സ്പന്ദനമാണ്, ഐയായിരിക്കുമ്പോഴും സ്പന്ദനമാണ്. സ്പന്ദനമല്ലാത്ത ഈ ഐ സ്പന്ദനമല്ലാത്ത ഒന്നും അകത്തുമില്ല പുറത്തുമില്ല. ഇപ്പൊ സ്വാമി പറയുന്നത്, സ്വാമി സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ആ ഐ ഉണ്ടാകണം. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ ഐ ഉണ്ടാകണം. ഈ ഐയുടെ ഇപ്പൊ നിങ്ങൾ 1, 2, 3, 4, 5, 6 ഇത്രയും പേർ, ഒത്തിരി പേരിരിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാം നമ്പേഴ്സായി മാറുന്നു. അപ്പൊ അത് ഐ ആണ്. അപ്പൊ ഒരാള് അറിയാനും അറിയിക്കാനും ശ്രമിക്കുമ്പോഴും അത് നടക്കുന്നത് ഈ സ്പന്ദനത്തിലാണ്. ഈ സ്പന്ദനമില്ലാതെ ഒരു അസ്തിത്വവും ഈ മാനിഫെസ്റ്റഡ് വേൾഡിലില്ല. ഈ സ്പന്ദിക്കുന്ന ഈ ഐ സ്പന്ദനം, നമ്മൾ വണ്ടി കയറിയാൽ യാത്ര ചെയ്തിട്ട് ലക്ഷ്യത്തിലെത്താൻ ഇറങ്ങും. ആ ഇറങ്ങുന്ന ലക്ഷ്യമാണ് ടോട്ടൽ കോൺഷ്യസ്നെസ്, സമ്പൂർണ്ണ ബോധം എന്ന് പറയുന്നത്. അത് സ്പന്ദിക്കാത്ത എനർജിയാണ്. അപ്പൊ സ്പന്ദിക്കാത്ത എനർജിയാണ് നമ്മൾ ബോധമെന്ന് പറയുന്നത്, യഥാർത്ഥ ബോധം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമ്മുടെ ദർശനങ്ങളിലും ഈശ്വരൻ എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്
എന്തു പേരും, അത് പിതാവാകാം, അള്ളയാകാം, എന്തു പദങ്ങൾ ഉപയോഗിച്ചാലും ശരി, ആ പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കഷ്ടപ്പാട്, സ്പന്ദനം മുഴുക്ക സ്പന്ദനത്തിലൂടെ യാത്ര ചെയ്ത് എവിടെ ചെന്ന് ഇറങ്ങിയാലും സ്പന്ദന ക്ലേശമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമോ? ആ സ്പന്ദന ക്ലേശമില്ലാത്ത നിഷ്പന്ദമായ ശക്തിയുടെ അവസ്ഥയാണ് അഖണ്ഡമായ ബോധമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്ത് രണ്ട് ഘടകമേ ഉള്ളൂ. ഒന്ന് സ്പന്ദിക്കുന്ന എനർജിയും ഒന്ന് സ്പന്ദിക്കാത്ത എനർജിയും. സ്പന്ദിക്കാത്ത എനർജിയെ ബോധമെന്നും സ്പന്ദിക്കുന്ന ബോധത്തെ എനർജി എന്നും പറയും. ഇത് രണ്ടും രണ്ടല്ല. അപ്പോൾ ശാസ്ത്രവും ആധ്യാത്മികതയും രണ്ടല്ല. നമ്മുടെ ആർഷ സംസ്കാരത്തെയോ ആർഷ സംസ്കാരം മുതൽ ലോകത്തിലെ ഇന്നു നിൽക്കുന്ന ഏത് സംസ്കാരത്തെ എടുത്ത് അനലൈസ് ചെയ്താലും പറയാൻ ശ്രമിക്കുന്നത് ഈ സത്യം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് അഖണ്ഡമായ ബോധത്തിൻ്റെ സിമ്പിളായിട്ട് രൂപമാണ്. ഒന്ന് ചിരിച്ചേ, ഈ ചിരി. അപ്പോൾ ഈ സന്തോഷം, ഈ ആനന്ദം, ഇതിനു വേണ്ടിയാണ് എല്ലാ ദർശനങ്ങളും. അത് പൗരാണികമായ ദർശനമാകട്ടെ, ആധുനികമായ ദർശനമാകട്ടെ, ഭൗതിക ശാസ്ത്രമാകട്ടെ, ആധ്യാത്മിക ശാസ്ത്രമാകട്ടെ, അത് കെമിസ്ട്രി ആകട്ടെ, ഫിസിക്സ് ആകട്ടെ, മാത്തമെറ്റിക്സ് ആകട്ടെ, ന്യൂറോളജി, ഏത് ശാസ്ത്രവുമാകട്ടെ, അത് മെഡിസിൻ ആകട്ടെ, എഞ്ചിനീയറിംഗ് ആകട്ടെ, ഏത് ശാഖകളുമാകട്ടെ, ഇതിൽ കൂടെ മുഴുക്ക നമ്മൾ അന്വേഷിക്കുന്നത് ഒരേ ഒരു ഘടകം. എന്താണ്? ഒരു നിമിഷ നേരം ഈ സ്പന്ദന ക്ലേശമില്ലാതെ സന്തോഷമായിട്ടിരിക്കണം. ആ സന്തോഷത്തിന് വേണ്ടിയാണ്. ആ സന്തോഷത്തെയാണ് പണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞിരുന്നത്. അതിന് ഈശ്വരൻ എന്ന് പറയുന്നു. അതിന് എന്ത് പേരിട്ടോ നമുക്ക് വിളിക്കാം. പക്ഷേ അനുഭവിക്കാൻ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഈ ചിരിയായിരിക്കും, മറ്റൊന്നുമില്ല, ഒരു വകയില്ല. കാരണം അങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നും, അപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും മറ്റെല്ലാം ഉപശമിക്കുമ്പോഴേ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അഖണ്ഡമായ അനുഭവ തലത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ യാത്ര മുഴുക്കുക. അപ്പോൾ ഇതൊരു യാത്രയാണ്. ശക്തിയാകുന്ന ഉപകരണത്തിൽ കൂടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അജ്ഞത, ബോധം, ഏവൺ പാർട്ടിക്കിളാകുന്ന ഏറിൽ കൂടെ, പ്രാണനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. കാരണം ആ യാത്ര ചെയ്ത് നമുക്ക് ക്ലേശങ്ങളില്ലാത്ത നിഷ്പന്ദമായ ബോധത്തിലേക്ക് എത്തണം. ആ ബോധത്തിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മൾ ആ ബോധം എവിടെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കുന്നു. അത് ജിലേബിലിരിക്കുന്നുണ്ടോ, ചായയിലിരിക്കുന്നുണ്ടോ, സൂര്യനിലിരിക്കുന്നുണ്ടോ, ചന്ദ്രനിലിരിപ്പുണ്ടോ, ആറ്റമിലിരിപ്പുണ്ടോ, മോളിക്കുലിരിപ്പുണ്ടോ, ഓരോന്നിലും നമ്മൾ അന്വേഷിച്ച് നടക്കണം. ഈ അന്വേഷിക്കുന്ന സുഖം, ആ സുഖത്തെയാണ് നമ്മൾ ഈശ്വരനെന്ന് പറയുന്നത്. ആ സുഖം എത്താൻ ഇത് രണ്ടും രണ്ടല്ലാതെ ഒന്നായി അറിയുന്ന അറിവും ഒന്നായി സ്നേഹിക്കുന്ന ഒരു ജീവിതവും നമുക്കുണ്ടാകണം. അത് രണ്ടായി കാണുകയും രണ്ടായി സ്നേഹിക്കാനും തുടങ്ങിയതാണ് കാമക്രോധ മത മത്സര്യാദി ദുഃഖങ്ങൾക്ക് കാരണമായി പരിണമിക്കുന്നത്. അപ്പോൾ അത് തൻ്റെ ദുഃഖമായി മാറാതിരിക്കാൻ ഒന്നായി കാണാനും ഒന്നായി സ്നേഹിക്കാനും ആ ഫ്രിക്ഷൻ കുറഞ്ഞ, കർഷണം കുറഞ്ഞ തൻ്റെ സ്വസ്ഥാവസ്ഥയിലേക്ക് എത്താനും നമുക്ക് കഴിയും. അപ്പോൾ ഐ പാർട്ടിക്കിളിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ, ഐ പാർട്ടിക്കിൾ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉത്തരമില്ലാത്ത ചോദ്യത്തിനും പൂർണ്ണമായ ഉത്തരവുണ്ടാകും. കാരണം അതിൽ എല്ലാത്തിനുള്ള ഉത്തരവുണ്ട്. അതിൽ ഉത്തരമില്ലാത്ത ഒരു ചോദ്യവും ഈ പ്രപഞ്ചത്തിലില്ല. കാരണം ഒരു ചോദ്യമുണ്ടോ, ആ ചോദ്യം ഉത്തരത്തിന് മനസ്സിലാക്കാനുള്ള ചിഹ്നം മാത്രമാണ്. അപ്പോൾ ചോദ്യം പറഞ്ഞു തരുന്നത് ഉത്തരം ഉണ്ടെന്നാണ്. ആ ഉത്തരം കാണാൻ പലപ്പോഴും നമുക്ക് പറ്റാത്തതാണ് പ്രശ്നമായി പരിണമിക്കുന്നത്. എല്ലാ ഫ്രിക്ഷൻസും അതാണ് കാരണമായി പരിണമിക്കുന്നത്. അപ്പോൾ ഉത്തരം കിട്ടണം. ഉത്തരം കിട്ടാൻ പറ്റുന്ന ആധ്യാത്മിക ശാസ്ത്ര ജ്ഞാനമാണ് ഐ പാർട്ടിക്കിൾ. അതിലൂടെ നിങ്ങൾ ഭൗതികത്തെ പഠിച്ചാലും ശരി, ആധ്യാത്മിക പഠിച്ചാലും ശരി, ചോദ്യത്തിൽ വന്ന് നിൽക്കില്ല. ചോദ്യം ഉത്തരത്തിൽ വന്ന് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും. ആ സന്തോഷത്തിലെത്താൻ പറ്റും. അതാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകമായ
തിയറി ഫോർ എവരിത്തിങ് ആയ ഐ പാർട്ടിക്കിൾ. കഴിഞ്ഞ ജൂലൈ 20ന് അതിൻ്റെ മാത്തമെറ്റിക്സ് പൂർണ്ണമായി. 2010 ഇത് ലോകത്തിന് ഈ ഫിലോസഫി മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ജൂലൈ 21 അതിൻ്റെ മാക്സും. ഇനി അതിൻ്റെ പരീക്ഷണം. ആ പരീക്ഷണം ഇവിടെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പരീക്ഷണം സേണിൽ മാത്രമേ നടക്കൂ, ലാർജ് കൊളൈഡറിൽ മാത്രമേ. കാരണം ഇത് സബറ്റോം പ്രോട്ടോണും കഴിഞ്ഞ് വരുന്ന പറഞ്ഞ കോർക്ക് ഗ്ലൂണും കഴിഞ്ഞ് പിന്നെയും വരുന്നു അപ്പം അടിസ്ഥാന ഘടകത്തിലേക്കാണ്. ഇപ്പം നമ്മൾ പ്രോട്ടോണാണ് കൊളൈഡ് ചെയ്തിട്ടാണ് അവിടെ കോർക്ക് ഗ്ലൂൺ പ്ലാസ്മ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡേറ്റാസാണ് നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത്. ആ ഡേറ്റാസ് കിട്ടിയതിന് ശേഷമാണ് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ഡേറ്റാസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഐ പാർട്ടിക്കിൾ എന്തെന്ന് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യാൻ ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അറിവ് അടിസ്ഥാനപരമായ സ്ട്രേഞ്ച് ബിഹേവിയർ എന്ന് പറയുന്ന ക്വാണ്ടത്തിൻ്റെ ആ സ്ട്രേഞ്ച്നെസ് എന്തെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടെ വ്യക്തമായി മതി. അപ്പോൾ ആ സ്ട്രേഞ്ച്നെസ് എങ്ങനെ നിൽക്കുന്നു എന്ന് വ്യക്തമായി ഇപ്പോഴത്തെ ഹ്യൂമൻ മാനിഫെസ്റ്റോയിൽ പുതിയ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പഴയ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിനൊപ്പം തന്നെ ഈ പറഞ്ഞ ഐ പാർട്ടിക്കിൾ ബേസുള്ള ഈ ക്വാണ്ടം പ്ലെയിനെ വിശകലനം ചെയ്യുന്ന ഈ സ്ട്രേഞ്ച് എങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ പാട്ടും കൂടെ ചേർന്നതാണ് ഇപ്പോഴത്തെ ന്യൂ പീരിയോഡിക് ടേബിൾ. അത് ഹ്യൂമൻ മാനിഫെസ്റ്റോയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ലോകത്തിന് ഒരു വിദ്യാഭ്യാസ സംവിധാനമേ ആവശ്യമുള്ളൂ. കാരണം ഇവിടെ മാത്സ് പഠിച്ചാലും അമേരിക്കയിലെ ലോകത്തിൻ്റെ എവിടെ പഠിച്ചാലും കണക്ക് തുടങ്ങുന്ന ഒന്നിനാണ്, കണക്ക് അവസാനിക്കുന്നതും ഒന്നിലാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏത് വിഷയം പഠിക്കാനും ഒരു സിലബസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ പോളിസി. അത് ഓൾറെഡി ഇപ്പോൾ ലോകത്തിൻ്റെ കൈകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ തലത്തിൽ വരുമ്പോൾ അറിവിൻ്റെ തലത്തിലുള്ള പല നമ്മൾ പറയില്ലേ തട്ടുകളുണ്ട്. കാരണം ഇയാൾക്ക് വേണ്ട അറിവില്ല, ആ തട്ട് മാറിക്കിട്ടും. എല്ലാവർക്കും അടിസ്ഥാനപരമായ ഒരു അറിവിലേക്ക് അവരെത്തും. കാരണം ദാഹിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വ്യക്തിയും ആവശ്യപ്പെടുന്നത് ജലമാണ്, വെള്ളമാണ്. അത് അടിസ്ഥാനമായ ഇതുപോലെ അടിസ്ഥാനമായ അറിവായിട്ട് ജലത്തെ ചോദിക്കുന്നത് പോലെ, കട്ടിയുള്ള ആഹാരത്തെക്കുറിച്ച് ചോദിക്കുന്നത് പോലെ, താപത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലെ, ശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ വായുവിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലെ അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും അറിയാനും പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ആ അറിവിൻ്റെ കുറവാണ് ഇന്നെന്തെങ്കിലും അസമത്വം ഇന്ന് ലോകത്ത് നിൽക്കുന്നു എങ്കിൽ അതിന് കാരണം. ഇവിടെ ഭൗതികതയും ആധ്യാത്മികതയും രണ്ടല്ല. അകത്തിരുന്നാൽ ആധ്യാത്മികത, പുറത്തിരുന്നാൽ ഭൗതികത. ഇത് വ്യക്തമായി ഓരോ കുഞ്ഞുങ്ങളും ഓരോ മനുഷ്യൻ്റെയും അറിവിൻ്റെ മന്ത്രമായി മാറണം. ഈ ലോകത്ത് ഉപാസിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപാസനാമൂർത്തിയാണ് ഐ പാർട്ടിക്കിൾ. കാരണം അതിലൂടെ കിട്ടാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല. കാരണം അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്തവും. ക്വാണ്ടം മുതൽ ഈ കാണുന്ന സമസ്ത പ്രപഞ്ചവും, യൂണിവേഴ്സ് ആകട്ടെ, മൾട്ടിവേഴ്സ് ആകട്ടെ, ഏത് കൺസെപ്റ്റിലേക്ക് നിങ്ങളുടെ ചിന്ത കടന്നു ചെയ്താലും ശരി, അതൊക്കെ ക്ലിയർ അല്ലേ? തീർച്ചയായും. ഓക്കെ. സ്വാമിജി, പൊതുവെ അറിവാണ് ബോധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങയോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കിട്ടുന്നത് ഊർജമാണ് ബോധം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മളിങ്ങനെ മാറി വരുന്നു. ശരിക്കും
അറിവും ഊർജവും ഇത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഇത് ആ ഒരു അൾട്ടിമേറ്റ് ബോധത്തിലേക്ക് എത്തിക്കുന്ന ഇത് രണ്ടും ഏത് രീതിയിലാണ് വരുന്നത്, അതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്? സാധാരണ നമ്മൾ അറിവ് എന്ന് വിവക്ഷിക്കുന്നത് ചിന്തയിൽ അധിഷ്ഠിതമായി കിട്ടുന്ന ഇൻഫർമേഷനെയാണ്. അപ്പൊ ചിന്തയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. ചിന്ത എന്ന് പറയുന്നത് എനർജിയുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. ഇപ്പൊ ചിന്ത എന്ന് പറഞ്ഞാൽ ചിന്ത. ഇപ്പൊ തന്നെ സോമി ഇപ്പൊ ഇദ്ദേഹം ഇത് ഷൂട്ട് ചെയ്യണം, അപ്പൊ സോമിയുടെ രൂപം അതിൽ നിഴലായിട്ട് പതിയണം. അപ്പൊ ആ നിഴലുകളെയാണ് നിങ്ങൾ ഫ്രെയിമാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓരോ നിഴലുകൾ, ഈ ഫ്രെയിം, ഇത് നിങ്ങൾ ഫിലിം കാണിക്കുമ്പോൾ ഈ ഓരോ ഫ്രെയിമും ആ ഫിലിമിന്റെ ഓരോ ചിന്തകളാണ് ആ ഫ്രെയിം. അതുപോലെ വ്യക്തിയുടെ ഓരോ ചിന്തയും, ആ ചിന്തയാണ് നമ്മൾ ആ ചിന്തയിൽ കൊണ്ടിരിക്കുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ സാധാരണ അറിവെന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഫർമേഷൻ, ഇത് ഇൻഫർമേഷനാണ്. ഈ അറിവെന്ന് പറയുന്നത് ഇൻഫർമേഷൻ. അറിവിന് രണ്ട് തലമുണ്ട്. ഒന്ന് ഇൻഫർമേഷൻ ആയിരിക്കുന്ന അറിവ്, അപ്പൊ ചിന്താധിഷ്ഠിതമായി നിൽക്കുന്ന ഇൻഫർമേഷൻ, അതിനെയാണ് സാധാരണ നമ്മൾ അറിവെന്ന് പറയുന്നത്. പക്ഷെ ആ അറിവല്ല ബോധം എന്ന് പറയുന്നത്. ബോധം എന്ന് പറയുന്നത് ഈ ചിന്തയ്ക്ക് ചിന്തയായി നിൽക്കണമെങ്കിൽ സ്പന്ദിക്കാത്ത ഏതൊരു ചൈതന്യമുണ്ടോ ആ സ്പന്ദിക്കാത്ത എനർജിയാണ് ബോധം എന്ന് പറയുന്നത്. അപ്പൊ സ്പന്ദിക്കാത്ത എനർജിയാണ് യഥാർത്ഥ ബോധം. അപ്പൊ സ്പന്ദിക്കുന്ന ബോധമാണ് എനർജി. ആ എനർജിയുടെ ബൈ പ്രോഡക്റ്റ് ആണ് ചിന്ത. ചിന്തയിൽ നിഗതമായതാണ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനാണ് നമ്മൾ സാധാരണ അറിവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അറിവിൽ ഞാൻ ബോധവാനായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അവെയർ ആയിരിക്കുന്നു. അപ്പോൾ ഈ ബോധം എന്ന് പറയുമ്പോഴും ആരും ബോധത്തെക്കുറിച്ച് അറിയാറോ ബോധം മനസ്സിലാക്കാറോ ഇല്ല. ബോധം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ ആയിട്ട് നിദാനമായിരിക്കുന്ന ചിന്തയെ മാത്രമാണ്. അപ്പൊ ചിന്തയല്ല യഥാർത്ഥ ബോധം. ആ ബോധം നിഷ്പന്ദമായ ശക്തിയാണ്, സ്പന്ദനമാണ്. അപ്പോൾ സ്പന്ദിക്കാത്ത എനർജി ബോധം, സ്പന്ദിക്കുന്ന ബോധം എനർജി. ആ എനർജിയുടെ ഒരു ഘടകമാണ് ചിന്ത. ആ ചിന്തയിലെ ഇൻഫർമേഷനാണ് നമ്മൾ ഈ പറയുന്ന അറിവെന്ന് പറയുന്നത്. ആ അറിവിലൂടെയാണ് നമ്മളെല്ലാം, ഇപ്പൊ സോമി സംസാരിച്ചു, നിങ്ങളുടെ ചിന്തയിലൂടെ ഈ ഇൻഫർമേഷനെ നിങ്ങൾ ഉൾക്കൊള്ളുന്നു. അത് ചിന്തയ്ക്കകത്തുള്ള ആ അവയർനെസ്, നിങ്ങൾ അവയർനെസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അവയർ ആകുന്നതിനെ കുറിച്ച്. ബോധം എന്ന് പറയുന്നത് ഈ നിഴലല്ല, ഈ ചിന്തയല്ല. ഈ ചിന്തയ്ക്ക് ചിന്തയായി നിൽക്കണമെങ്കിൽ ചിന്തയല്ലാതെ നിഷ്പന്ദമായി നിൽക്കുന്ന അഖണ്ഡമായിരിക്കുന്ന ബോധത്തെ, ആ ബോധത്തെയാണ് യഥാർത്ഥ അഖണ്ഡ ബോധം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ബോധം എന്ന് പറയുന്നത് കേവലം ചിന്താധിഷ്ഠിതമായ വിവരം മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കേട്ട് കഴിയുമ്പം മനസ്സിലായെന്ന് തോന്നുന്നു, കുറച്ച് കഴിയുമ്പോൾ പോകും. പക്ഷെ അനുഭവജ്ഞാനമില്ല, ആ ഒരു അനുഭവിച്ചിട്ടില്ല, ആ ഒരു അറിവിനെ അനുഭവിച്ചിട്ടില്ല. കാരണം ചിന്തയ്ക്കകത്ത് ജനിച്ചു, ചിന്തയിൽ ജീവിച്ചു, ചിന്തയിൽ മറയുന്നവരാണ്. അപ്പൊ ചിന്തയ്ക്ക് ആധാരഭൂതമായിരിക്കുന്ന ബോധത്തിലേക്ക് അറിഞ്ഞുകൊണ്ടിരിക്കലും എത്താറില്ല. ആ എത്താൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ്, കാരണം അങ്ങനെ പറ്റാതിരിക്കുന്നത് കൊണ്ട് എത്ര മാത്രം ബോധത്തെക്കുറിച്ച് പറഞ്ഞാലും ബോധിക്കില്ല. കാരണം എന്താണ്? തനിക്ക് ബോധിക്കാനുള്ള തൻ്റെ ചിന്ത മാത്രമാണ്. അപ്പൊ ചിന്തയ്ക്ക് ചിന്തയുടെ പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് ചിന്തയിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് ചിന്തയിൽ കൊള്ളാൻ പറ്റുന്ന ബോധത്തെയാണ് ചിന്താധിഷ്ഠിതമായ ബോധ, ഇൻഫർമേഷൻ. അത്രയേ ഉള്ളൂ. അത് ഇൻഫർമേഷൻ മാത്രമാണ്. ആ ഇൻഫർമേഷൻ അല്ല യഥാർത്ഥത്തിൽ ബോധം. അതിനെ ഏറിയറിയുന്ന അറിവ് എന്ന് പറയാം. കാരണം ഈ ഇൻഫർമേഷന് അപ്പുറത്തേക്ക്, ഈ ഇൻഫർമേഷൻ അല്ലാതെ നിൽക്കുന്ന അറിവ്, ആ അറിവിനെയാണ് യഥാർത്ഥ ബോധം, അഖണ്ഡ ബോധം. അതിനെയാണ് ടോട്ടൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പം ഈ തിയറിയിൽ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. ഒന്ന് സ്പന്ദനാത്മകമായ ഐ പാർട്ടിക്കിളും, പിന്നെ ആ സ്പന്ദനം നിലച്ച കോൺഷ്യസ്നെസ്സും. മൂന്നാമതൊരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. അപ്പം ഈ തിയറി നമുക്ക് വ്യക്തമായി, അപ്പം ഏതൊരു വ്യക്തിക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായി. ഇപ്പം സ്വാമി സംസാരിക്കുമ്പോൾ സ്പന്ദിക്കുന്ന എനർജിയിലാണ് കേൾക്കുന്നത്.
അപ്പോൾ ഈ ഇൻട്രാക്ഷൻ മുഴുക്ക എനർജി പ്ലെയിനിൽ മാത്രം. അതെ. ഈ പ്ലെയിനോട് നമ്മൾ അന്വേഷിക്കുന്നതോ ഈ സ്പന്ദിക്കാത്ത ബോധമാകുന്ന സുഖത്തെയാണ്. ഇതിനെയാണ് നമ്മൾ പല രൂപത്തിലൂടെ നാമത്തിലൂടെ അന്വേഷിക്കുന്നത്. ആരും ഇത് വ്യക്തമായി പറഞ്ഞു തരണില്ല. പലരും ഇതിനെ പല രൂപത്തിൽ പറയുന്നത് കൊണ്ട് വ്യക്തമായി മനസ്സിലാക്കാൻ പലർക്കും കഴിയണില്ല. അത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലവരാണ്, എല്ലാവർക്കും അറിയാനുള്ള എല്ലാ കഴിവുമുണ്ട്. പക്ഷെ അവർക്ക് ദഹിക്കുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു കൊടുക്കണം, അത്രയേ ഉള്ളൂ. കാരണം കാറിൽ വന്നു കഴിഞ്ഞാൽ ആശ്രമത്തിലേക്ക് കയറണമെങ്കിൽ ആ കാറ് നിറങ്ങി വരണം. അതുപോലെ നിങ്ങൾക്ക് ബോധത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ക്ഷണനേരം ഈ ചിന്തയിൽ നിന്ന്, ഈ സ്പന്ദനത്തിൽ നിന്ന് ഒന്ന് ഇറങ്ങി മാറി നിൽക്കണം. അത് പലപ്പോഴും കഴിയാറില്ല. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇതിനുള്ള പ്രാപ്തിയുണ്ട്. എല്ലാവരും പൊട്ടൻഷ്യലി ഡിവൈനാണ്. ഒരു കുറവും ആർക്കും ഇല്ല. പക്ഷെ അവർക്ക് ദഹിക്കുന്ന രീതിയിൽ ഒന്ന് പകർന്നു കൊടുക്കണം. അത് പലപ്പോഴും നടക്കാറില്ല. അത്രയേ ഉള്ളൂ. സ്വാമിജി, നമ്മളിപ്പം ബോധത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും പറഞ്ഞു, അതിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞു. ശരിക്കും ഇൻ്റലക്ച്വലി മനസ്സിലാക്കുന്ന ഒരു അറിവുണ്ടല്ലോ, ആ അറിവും സാധാരണ ഇപ്പം ഒരു ശാസ്ത്രജ്ഞൻ സാധാരണ അവൻ റിസർച്ച് ചെയ്യുന്ന ആ ഒരു ചിന്താഗതി, അവൻ്റെ ആ ഒരു ചിന്ത വെച്ചിട്ടാണ് ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ആ ഒരു അറിവ് എന്ന് അവർ നേടിയെന്ന് പറയുന്നത്. ആ അറിവും ഒരു സാധകൻ സാധന ചെയ്ത് അവൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി അവൻ്റെ പല ഘടകങ്ങളെ വേർതിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അറിവുണ്ടല്ലോ. അപ്പം അതിന് ചിലപ്പോൾ തടസ്സമായിട്ട് അവൻ്റെ വാസനകളും അഹംബുദ്ധി ഇതെല്ലാം കയറി വരാം. എന്നാൽ ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബുദ്ധിമുട്ട് അവന് വരുന്നില്ല. അപ്പം അവൻ ഇൻ്റലക്ച്വലി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവൻ്റെ വാസനകളെയോ ഒന്നും അന്വേഷിക്കാനോ അതിനെ നേരിടാനോ ഒന്നും ശ്രമിക്കുന്നില്ല. പക്ഷെ ഒരു സാധകൻ സാധന ചെയ്ത് വരുമ്പോൾ ഇതിനെല്ലാം തരണം ചെയ്ത് ആണ് ഒരു അറിവിലേക്ക് എത്തുന്നത്. അപ്പം ഈ അറിവ്, ഈ രണ്ട് രീതിയുണ്ടല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് സൂചിപ്പിക്കാമോ? ഏത് അന്വേഷണവും തുടങ്ങുന്നത് വിശാലമായി നാം കാണുന്ന ഈ പ്രകൃതി, അതിനെക്കുറിച്ച് അറിയാനുള്ള ചിന്തയിൽ നിന്ന് തന്നെയാണ്. ഒരാൾ ഭൗതികമായി അന്വേഷിച്ചാലും ശരി, ആധ്യാത്മികമായി അന്വേഷിച്ചാലും ശരി, അവൻ്റെ യാത്ര തുടങ്ങുന്നത് ഈ വിശാലമായ ഈ പ്രകൃതിയിലാണ്. അപ്പോൾ പ്രകൃതിയെ അറിയാൻ അവനെ പാകമാക്കുന്ന തലമാണ് അവൻ്റെ യാത്രയൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ പ്രകൃതം, ആ പ്രകൃതവും തൻ്റെ പ്രകൃതിയുടെ പ്രകൃതവും മനസ്സിലാക്കും, തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അത് ആധ്യാത്മിക യാത്രയാണ്. പ്രകൃതിയുടെ പ്രകൃതം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ബാഹ്യമായ ഉപകരണത്തിലൂടെ, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുമ്പോഴത്തേക്ക് അത് ശാസ്ത്രജ്ഞാനമായി മാറുന്നു. ശാസ്ത്രജ്ഞനും വാസനകളുണ്ട്, എല്ലാം ഉണ്ട്. അത് അയാളുടെ ആ വ്യക്തിയുടെ യാത്രയിൽ അത് സാരമായി ബാധിക്കുന്നുണ്ട്. സംശയം എല്ലാവർക്കും രണ്ടുപേരുടെയും ഉപകരണം ഒരേപോലെ തന്നെയാണ്. വാസനയിൽ നിന്ന് ആരും മുക്തരല്ല, പ്രകൃതിയുടെ അന്വേഷണത്തിൽ നിന്ന് ആരും മുക്തരല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ശാസ്ത്രജ്ഞൻ അന്വേഷിക്കുന്നതും പ്രകൃതിയെക്കുറിച്ച് തന്നെയാണ്. ആധ്യാത്മിക യാത്രകനും അന്വേഷിക്കുന്നത് പ്രകൃതിയെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഒരിടത്ത് ബാഹ്യമായ പ്രകൃതിയെക്കുറിച്ച് മാത്രം ഗാഢമായി ചിന്തിക്കുകയും അത് കണ്ടെത്താനുള്ള യത്നം നടത്തി കണ്ടെത്തുകയും ചെയ്യലാണ്. ആധ്യാത്മികതയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഭൗതികമായ കണ്ടെത്തലോടൊപ്പം തന്നെ ഇതെങ്ങനെ തന്നിലിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇതിലെവിടെയാണ് താളങ്ങൾ തെറ്റുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ താളം തെറ്റുന്നത് എന്തൊക്കെ തന്നിൽ ഹിതാഹിതങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി ആ ഹിതാഹിതങ്ങളെ ക്രമീകരിക്കാൻ, ആ ക്രമീകരിക്കുന്ന പ്രോസസ്സിനെയാണ് സാധന എന്നും ബാക്കിയൊക്കെ പറയുന്നത്. ആ ക്രമീകരിച്ച് മുന്നോട്ട് പോയി വ്യക്തി പ്രകൃതിയും താനും രണ്ടല്ലാതെ ഒന്നായി മാറുന്ന ഒരവസ്ഥ,
ആ സമാവസ്ഥയിൽ എത്തുന്നതിനെയാണ് സമാധി എന്നൊക്കെ പറയണം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഈ പ്രകൃതിയുടെ താളവും തൻ്റെ താളവും രണ്ടല്ലാതെ ഒരു താളത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു വ്യക്തി ഈ സ്പന്ദനത്തിന്റെ താളത്തിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തിയാണ് ഹയസ്റ്റ് തലത്തിലുള്ള സമാധി അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ തലത്തിൽ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ശക്തി ശക്തി എന്ന് പുറത്തിറങ്ങിയുള്ള അഖണ്ഡത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭൗതിക ശാസ്ത്രജ്ഞനും ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്, ആധ്യാത്മിക യാത്രയിൽ ചെന്ന് ഒന്ന് തന്നെയാണ്, ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഒരാൾ പുറത്തെ ഉപകരണത്തിന്റെ മൂട്ടിലിരുന്നിട്ട് അന്വേഷിക്കണം, ഒരാൾ തൻ്റെ പഞ്ചേന്ദ്രിയം അകത്തെ ഉപകരണത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് അന്വേഷിക്കണു. ഇത്ര തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. രണ്ടുപേരുടെയും അന്വേഷണം തന്നെയാണ്, രണ്ടുപേരും എത്തുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. ബാഹ്യത്തിൽ ചെത്തുമ്പോഴത്തേക്കും, ബാഹ്യ കണ്ടത്തിൽ കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി തന്നെ കണ്ടെത്താൻ മറന്നു പോകുന്നത് കൊണ്ട് ആ ദുഃഖം കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും തനിക്ക് തന്നെ അറിയാത്ത ആ ദുഃഖം നിലനിൽക്കുന്നു. തന്നെ അന്വേഷിക്കുന്ന വ്യക്തി തൻ്റെ അന്വേഷണം പൂർത്തമാക്കുമ്പോൾ താനും ഈ പ്രപഞ്ചവും രണ്ടല്ല എന്ന് ബോധിക്കുക മാത്രമല്ല അതിൻ്റെ പൂർണ്ണത അനുഭവിക്കാനും. ഇത്ര മാത്രമേ എൻ്റെ വ്യത്യാസം. ശരിക്കും ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഈശാസ്വാമി. അദ്ദേഹത്തിൻ്റെ ഇത്രയും നേരത്തെ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്, ഈ ഈശാലയത്തെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്കിന്ന് സാധിച്ചു. ശരിക്കും ഓരോ സാധകരും അവരവരുടെ ആ ഒരു യാത്രയിൽ നമ്മളെല്ലാവരും ഭൗതികതയിൽ നിലനിന്നുകൊണ്ടാണ് ആധ്യാത്മിക പരിശീലിക്കുന്നത്. അപ്പോൾ രണ്ടല്ല, ഇതിനെ ഒത്തുചേർന്ന് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു മഹത്തായ ഒരു ലക്ഷ്യമാണ് സ്വാമി ഈശ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കൊണ്ടുവരുന്നത് തന്നെ ചെറുപ്പത്തിലെ ആ കുഞ്ഞുങ്ങളിൽ കൂടി ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുക അല്ലെങ്കിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ആ ഒരു ഹൃദയത്തിൻ്റെ ഭാഷ കുഞ്ഞുങ്ങളിൽ തുടക്കത്തിലേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ഈശാസ്വാമി ഈ ശാലയത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്കിന്ന് ഇദ്ദേഹത്തോടൊപ്പം ഇത്രയും നേരം ഒരു സത്സംഗത്തിന് അവസരം ലഭിച്ചതിൽ വളരെയധികം ധന്യമാണ്. അങ്ങേക്ക് കോടി പ്രണാമങ്ങൾ നമ്മൾ മീറ്റ് മീ മെഡിറ്റേഷൻ സെൻ്ററിൻ്റെ വകയായിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വകയായിട്ട് നൽകുന്നു. കോടി പ്രണാമം. ഹരി ഓം. നമസ്തേ.